നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. LDF സ്ഥാനാർത്ഥിയായ അനുജനെതിരെ മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായ ചേട്ടൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പത്തനാപുരം പഞ്ചായത്തിലെ കല്ലുംകടവ് വാർഡിലാണ് ചേട്ടന്റെയും അനുജന്റെയും പോര്. ആര് ജയിച്ചാലും വീട്ടുകാർക്കൊരു മെമ്പറെ കിട്ടും. പൊരിഞ്ഞ പോരാട്ട വേദിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കല്ലുംകടവ്. ഏറെ ആകാംക്ഷയോടെയാണ് ജനങ്ങൾ ഇവിടുത്തെ പ്രചാരണത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. രണ്ട് സ്ഥാനാർത്ഥികൾക്ക് പിന്നിലും ബന്ധുക്കളും പാർട്ടിക്കാരുമെല്ലാം കട്ട സപ്പോർട്ടുമായി രംഗത്തുണ്ട്. കേരളം ഉറ്റുനോക്കുന്ന വാർഡായി തന്നെ മാറിയിരിക്കുകയാണിപ്പോൾ കല്ലുംകടവ്. LDFന്റെ സിറ്റിംഗ് സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ UDF കളത്തിലിറക്കിയതാണ് ജ്യേഷ്ഠനെ. ഡെൻസൺ വർഗീസ്, മൂത്ത സഹോദരൻ ഡെന്നി വർഗീസ് എന്നിവരാണ് LDF UDF സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തവണയും കല്ലുംകടവിൽ വിജയിച്ചത് ഡെൻസൺ ആയിരുന്നു. ഇക്കുറിയും ഡെൻസനെ തന്നെ CPM രംഗത്തിറക്കി. പിന്നാലെ ഡെന്നി വർഗീസിനെ UDFും കളത്തിലിറക്കി. നേരത്തെ ഇരുവരും SFIയുടെ സജീവ മുഖങ്ങളായിരുന്നു. പിന്നീട് ഡെന്നി വർഗീസ് കേരള കോൺഗ്രസിൽ ചേർന്നു. പത്തനംതിട്ട ജില്ലാ കോടതി അഭിഭാഷകനായ ഡെന്നി കേരള കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഭാര്യ ബ്രിജിറ്റ് ഡെന്നി 2010-15 കാലഘട്ടത്തിൽ കല്ലുംകടവ് വാർഡിലെ ജനപ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഡെൻസൺ വർഗീസ് CPM ലോക്കൽ കമ്മിറ്റി അംഗവും പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമാണ്. ഇരു മുന്നണികളും വിജയിച്ച ചരിത്രവും കല്ലുംകടവിലുണ്ട്. UDF LDF പോരിനേക്കാൾ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ചേട്ടനും അനുജനും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. അവസാനം ഏത് മുന്നണിയാണ് കല്ലുംകടവിൽ കൊടി ഉയർത്തുക എന്ന് കാത്തിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും. ന്യൂസ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.